ഇത് നമ്മൾ ഒറ്റ സ്റ്റെമ്മിലാണ് ഈ വെറൈറ്റി ഒക്കെ കയറ്റിയേക്കുന്നത്. ഇതിൽ നമ്മൾ 15 വെറൈറ്റിയോളം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ബാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമുക്ക് കുറച്ച് വെറൈറ്റികൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയോടത്ത് റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടത് ബഡ്ഡിങ് നൈഫ് വേണം. പിന്നെ നമുക്കൊരു ബ്ലേഡ്, സയാൻ, ഏതിൻ്റെ വെറൈറ്റി വേണ്ട അതിൻ്റെ ഒരു സയാൻ, പിന്നെ സാഫ്, അത്ര എക്യുപ്മെൻറ്റ്സ് മതി നമുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ ഈ കമ്പിലാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്യുക. അതിന് ശേഷം സൈഡൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സൈഡ് ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ സൈഡിലെ തൊലി നൈസായിട്ട് ചെത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഏതിൻ്റെ വെറൈറ്റി ആണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സയാണിൻ്റെ സൈഡൊന്ന് തൊലി കളയുക. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ സൈഡ് ചെത്തി അതിന് ശേഷം സയാൻ ഏതൊരു റൂട്ട് സ്റ്റോക്കിൻ്റെ നമുക്ക് വെറൈറ്റിയുടെ വേണ്ട അതിൻ്റെ സയാൻ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിനും തൊലി ടു തൊലി മാച്ചായിരിക്കണം. തൊലി ടു തൊലി മാച്ചായി വെച്ചതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പ് അല്ലെങ്കിൽ റിബണ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിറ്റി ടൈറ്റാക്കി വെക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ കമ്പ് ഇളകാണ്ട് നോക്കുക, ശ്രദ്ധിക്കുക. ചെറുതായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സാഫ് പുരട്ടി കൊടുക്കുക. കുറച്ച് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കവറിട്ട് കെട്ടുക. അതിക്ക് മുന്നേ ഇതിൽ ഈർപ്പം, ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാഫ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് കവറിട്ട് കെട്ടി കഴിഞ്ഞാൽ ഇത് ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള വന്നു തുടങ്ങും. അതിന് ശേഷം കവറിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് വെയിൽ, ഇപ്പോൾ ചൂട് സമയത്തുകൊണ്ട് വെയിൽ ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ഇടുക. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെയിലിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ഒരു 15 ദിവസം കഴിയുമ്പോൾ മുള പൊട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ ക്യാപ്പ് ഊരാൻ നമുക്ക്. ഇതിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടിയ ഏറ്റവും പുതിയ വെറൈറ്റികളെ കയറ്റിയേക്കാണ്. SSP വൈറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിന്നെ ഗോൾഡൻ കയാട്ട ഉണ്ട് ഇതിൽ, പിന്നെ വാട്ടർമെലൻ കിസ് ഗോൾഡൻ അത് കയറ്റിയുണ്ട്, വൈറ്റ് പാന്തർ, പിങ്ക് പാന്തർ, ബ്രിസ ബാട്ടിക്ക്. അങ്ങനെ മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങിയ പുതിയ വെറൈറ്റികളൊക്കെ നമ്മൾ ഇതുമ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എത്ര ക്രാഫ്റ്റ് വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹെൽത്ത് അനുസരിച്ച് നമുക്ക് 1, 2, 15, 20 വരെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതുമ്പോൾ മുള പൊട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് കവറ് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കുക സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് ക്ലൈമറ്റായിട്ട് മാച്ച് ചെയ്തതിന് ശേഷം ആ കവർ ഫുള്ളായിട്ട് അഴിച്ച് തുറന്ന് വിടുക. പിന്നെ മുള പൊട്ടി അത് ഫ്രീ ആയിട്ട് നല്ല ഉഷാറായി ഹെൽത്തായിട്ട് വന്നോളും.